നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇത് ഇപ്പോൾ രാത്രി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നാളെ ചെയ്യാനുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നാളെ 999 പോർട്ടലാണ്. ഓക്കെ, അതായത് 999 ആണ് വരാൻ പോകുന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ഫോർ മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഇത് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് നാളെ ഡേറ്റ് സെപ്റ്റംബർ 9th ആണ്. സോ ഓൾറെഡി നമുക്ക് 99 പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ 2025 നമ്മൾ ആഡ് ചെയ്താലും അവിടെയും 9 ആണ് വരാൻ പോകുന്നത്. സോ നമുക്കിവിടെ 999 പോർട്ടലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ 99 പോർട്ടൽ വളരെ പവർഫുൾ നമ്പറാണ്. ആക്ച്വലി 9 എന്ന് പറയുമ്പോൾ തന്നെ ശരി നമ്മൾ കംപ്ലീഷൻ എന്നാണ് വിളിക്കുക. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഒരു കാര്യം, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് എൻഡ് ആയി പോകുന്ന തരത്തിൽ. പക്ഷെ അതൊരിക്കലും മോശമായതല്ല. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും ചില കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ അവസാനിക്കുന്ന രീതിയിൽ, പക്ഷെ അത് അവസാനിക്കുന്നത് എപ്പോഴും വേറെ നല്ലതിലേക്ക് എത്തിക്കാനുള്ള ഒരു തുടക്കമാണ്. കാരണം 9 കഴിഞ്ഞാൽ എന്താ വരുന്നത്? 10 ആണ് വരുന്നത്, അല്ലേ? സോ 10 എന്ന് പറയുമ്പോൾ 1 എന്നെടുക്കാം നമുക്ക്. 1 + 0 1 ആണ്. സോ 1 നമ്പർ എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് ആണ് കൊണ്ടുവരുന്നത്. സോ എപ്പോഴും ഒരു എൻഡിങ് ഇല്ലാതെ ഒരു ന്യൂ ബിഗിനിങ് വരില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഏതൊരു കാര്യം. ഓക്കെ, ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരാതെ, അവിടെ ഒരു അവസാനം വരാതെ ഒരു പുതിയ തുടക്കം ഒരു കാര്യത്തിലും വരില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 99 പോർട്ടൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ആൻഡ് ഇത് ഈ ഇയർ തന്നെ നമുക്ക് ടോട്ടൽ ഞാൻ പറഞ്ഞു 9 ആണ് നമ്പർ. ഓക്കെ, 9 എന്ന് പറയുമ്പോൾ 9 നമ്പർ നമ്മളുടെ ചൊവ്വ ഗ്രഹത്തിൻ്റെയാണ് നമ്മൾ പറയുക. സോ ഒരു ചൊവ്വ ദശ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ശരിക്കും ഒരു മോശമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അങ്ങനെ മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ തന്നെ നല്ലതും ഉണ്ട്, എല്ലാത്തിലും ചീത്തയുണ്ട്. എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്തവണ ഈ ചൊവ്വ ഒന്നാമത് ഈ 9 എന്നുള്ള വർഷം തന്നെ നമുക്ക് ചൊവ്വ ഗ്രഹവുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് അതിൻ്റെ പവർ വളരെ അധികമാണ് ഈ വർഷത്തിൽ. ഓക്കെ, അതാണ് ഇവിടെ കാര്യം. സോ അതുമാത്രമല്ല, ഇത് വരുന്ന ദിവസം ഇപ്പം നാളെ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. സോ ചൊവ്വ ഗ്രഹം, ചൊവ്വ ദിവസം. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഗ്രഹത്തിൻ്റെ പവർ വളരെ അധികം നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും എടുത്തു മാറ്റും, അതിൻ്റെ ഒപ്പം പക്ഷെ നമ്മൾക്ക് പുതിയത് പലതും കൊണ്ട് തരും ചെയ്യും. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ജ്യോതിഷപരമായിട്ട് സംസാരിക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊന്ന് ഗൂഗിളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, എന്തായാലും 9ന്റെ പവർ നമുക്ക് പറയാം. നമ്പർ 9. ഓക്കെ, ആ 9 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിഷിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ നമ്പർ ആണ് ശരിക്കും. ഓക്കെ, 9 ഇസ് ദ ഹയസ്റ്റ് നമ്പർ, അല്ലേ? നമുക്ക് നമ്മൾ 0 to 9 വരെ നമ്മൾ ശരിക്കും നമ്പർ ആയിട്ട് നമ്മൾ പറയുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ, അതിന്റെ കണക്റ്റഡ് ഉള്ളതാണ്. സോ 9 എന്നുള്ളതാണ് ഹയസ്റ്റ് നമ്പർ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഹയസ്റ്റ് പവറിൽ നിൽക്കുന്ന ദിവസമാണ്. പുറത്തിന് 999 3 തവണ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പവർ മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്, 3 തവണ മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്, അല്ലേ? സോ നമുക്ക് ഈ പവർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ തവണയും ഓരോ പോർട്ടലിലും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. 88 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ അതേ മെത്തേഡ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഞാനിവിടെ തന്നെ ഈ ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. 888 പോർട്ടലിൽ നമ്മൾ 8 തവണ വിഷ് എഴുതുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. 8 ആഗ്രഹങ്ങൾ പറയുക എന്നുള്ളത് നമ്മൾ ചെയ്തിരുന്നു. സോ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതേ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 9 എന്ന രീതിക്ക് നിങ്ങൾ എടുത്ത് ചെയ്യാം. ഓക്കെ, അതായത് 9 ആഗ്രഹങ്ങൾ എഴുതാം. 9 തവണ ഒരാഗ്രഹം നിങ്ങൾക്ക് 9 times റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, 88 പോർട്ടലിൽ നമ്മൾ ചെയ്തത് 8 എന്നുള്ളൊരു 8 മണിക്ക് തുടങ്ങിയിട്ട് 88 വരെ എഴുതുക, അല്ലെങ്കിൽ 88 അങ്ങനെ കറക്റ്റായിട്ട് എഴുതുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. സോ അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസവും നിങ്ങൾ 99 പോർട്ടലിൻ്റെ ദിവസവും നമുക്ക് ആക്ച്വലി ഇന്നലെ ലൂണാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണമൊക്കെ കടന്നുപോയി. ഞാൻ അതിനെപ്പറ്റി പറയാൻ എനിക്ക് സാധിച്ചില്ല, കാരണം ഞാനിവിടെ കുറച്ച് തിരക്കിലായിരുന്നു. എനിക്കൊന്നും അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെയധികം എനർജറ്റിക് ആയിട്ട് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് എന്ന രീതി, മീൻസ് ഒരു നെഗറ്റീവായിട്ട് നമ്മളെ ഒന്ന് പുറകോട്ട് വലിച്ചു, ലൈക്ക് മാനസികമായിട്ട് നമ്മളൊരു ഡൗൺ ഫീൽ ചെയ്ത ദിവസമൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ഇങ്ങനത്തെ പോർട്ടൽസ് എന്ത് വരുമ്പോഴും, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചന്ദ്രഗ്രഹണം കൂടിയായിരുന്നു, അത് മാത്രമല്ല ഈവൻ ഫുൾ മൂൺ, ന്യൂ മൂൺ, അങ്ങനത്തെ എന്ത് വരുമ്പോഴും, അമാവാസ്യയോ പൗർണമിയോ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തിടുക. ആദ്യത്തെ കാര്യം, ഈ വീഡിയോ മാത്രമല്ല എൻ്റെ പല ഫുൾ മൂൺ, ന്യൂ മൂൺ വീഡിയോസും ഉണ്ട്. ബട്ട് ഇതൊന്ന് വെച്ചോളൂ. ബിക്കോസ് നിങ്ങൾ ഇങ്ങനത്തെ എന്ത് കാര്യം വന്നാലും ഒരു എക്സ്ട്രാ ലൈക്ക് പൗർണമി വരുന്നു, അമാവാസ്യ വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പ്രത്യേകം നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് ഉപ്പിട്ട് കുളിക്കല് ചെയ്യുക. കാലത്തോ വൈകിട്ടോ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഓക്കെ ഉപ്പിട്ട് ഒന്ന് കുളിക്കുക. ഓക്കെ, ഒരല്പം നേരം നിങ്ങൾ ശാന്തമായിട്ട് കാമായിട്ട് നിങ്ങളൊരു മെഡിറ്റേഷൻ മ്യൂസിക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കുക, റിലാക്സ് ചെയ്യുക. ബ്രീതിങ് എക്സസൈസസ് പറ്റുന്നവർ ചെയ്യാത്ത താല്പര്യമുള്ളവർ ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക, പ്രാണായാമം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ജസ്റ്റ് ഒന്നും വേണ്ട, കാതിൽ വെച്ചിരുന്ന ഏതെങ്കിലും നമ്മുടെ മെഡിറ്റേഷൻ മ്യൂസിക്സ് ഒക്കെ കേട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക,
ഓക്കെ, പുറത്തേക്ക് വിടുക, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ വീട്ടിൽ ക്ലെൻസിങ് ചെയ്യുക. ക്ലെൻസിങ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്, വീണ്ടും പറയുന്നു. നിങ്ങൾ ചന്ദനത്തിരി ഒന്ന് കാണിക്കുക, എല്ലാ വീട്ടിലെല്ലാ ഭാഗത്തും വിളക്ക് ഒന്ന് വെളിച്ചം ഒന്ന് എല്ലാവിടെയും കാണിക്കുക. സോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് വന്നാലും ശരി നിങ്ങളിതൊന്നും നോട്ട് ചെയ്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, വീഡിയോ സേവ് ചെയ്തിടുക. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്കിത് പിന്നീടും ഉപയോഗിക്കാൻ പോലെ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാനുള്ളതാണ്. മെഡിറ്റേഷൻ ഇരിക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ പോസിറ്റീവ് ആക്കുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് മെഡിറ്റേഷൻ സ്റ്റേറ്റിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് കണ്ണടച്ചിരിക്കൂ. ഓക്കെ, കണ്ണടച്ചിരുന്ന് ജസ്റ്റ് പറ്റിയ വല്ല ഏതെങ്കിലും മ്യൂസിക് വെക്കാം. മെഡിറ്റേഷൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് യൂട്യൂബിലൊക്കെ, ഞാൻ തന്നെ അത് വെച്ചിട്ടാണ് കേൾക്കാറ്. സോ അങ്ങനെ വല്ലതും, അല്ലെങ്കിൽ ഓം എന്ന് വെക്കാം, ജസ്റ്റ് ഓം എന്നുള്ളത് കേൾക്കാം. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ച് ജസ്റ്റ് അത് കേട്ടിരുന്ന് കുറച്ച് നേരം കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു 2-3 പോയിന്റ്സ് നിങ്ങൾ എന്ത് വന്നാലും അതിലെടുത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 9/9 പോർട്ടലും നിങ്ങൾക്ക് നാളെ അത് ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോൾ വളരെ നെഗറ്റീവായിട്ടൊക്കെ നിങ്ങൾ ഈ മറ്റേ നമ്മുടെ ചന്ദ്രഗ്രഹണം കൊണ്ടൊക്കെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത് ചെയ്യാൻ ശ്രമിക്കാം. 9/9 പോർട്ടലിൻ്റെ ദിവസം നിങ്ങൾക്ക് ഒരു എനർജി ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്, നെഗറ്റിവിറ്റി ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കുളിക്കുന്ന കാര്യം ചെയ്യുക. ഞാനത് പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം പറയാം. ഓക്കെ, കേൾക്കാത്തവർക്ക് ഉപ്പിട്ട് കുളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ആദ്യം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു മഗ്ഗിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് അവിടെ ആദ്യം റെഡിയാക്കി വെക്കും. ഓക്കെ, എന്നിട്ട് കുളിക്കുക. നമ്മൾ കുളിച്ച് നോർമലി സോപ്പൊക്കെ ഇട്ട ശേഷം ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഈ ഉപ്പിൻ്റെ വെള്ളം ഒഴിക്കുക. അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് പേര് ആക്ച്വലി ഇതിന് വേറെ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉപ്പ്, കോഫി പൗഡർ അല്ലെങ്കിൽ സിനമൺ പൗഡർ, നമ്മുടെ പട്ടയുടെ പൗഡർ. ഓക്കെ, ഇതിൽ പട്ടയുടെ പൗഡർ അല്ല, അതിനെക്കാട്ടിലും കോഫിയാണ് ആക്ച്വലി കുറച്ചുകൂടി യൂസ് ചെയ്യാൻ നല്ലത്. മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി, ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഒരു ബൗളിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ദേഹത്ത് തേച്ച് വെക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്ന ശേഷം കഴുകി വിടാം. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് ശരിക്കും ഒരു അട്രാക്റ്റിംഗ് ഒരു എനർജി തന്നെ വരും. നിങ്ങളുടെ ഓറ തന്നെ ഒരു അട്രാക്റ്റീവ് ആവും. ഓക്കെ, കാണാൻ ഭംഗിയെന്നല്ല പറയുന്നത് ഞാൻ. ഓക്കെ, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഓറ പോസിറ്റീവായിട്ട് വരും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി 9/9 പോർട്ടലിൻ്റെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു 9ന്റെ നമ്പർ അല്ലേ. 9ന് നമുക്ക് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടൈം. ഓക്കെ, പെന്ന് 2 വെച്ചിട്ടുണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. റെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാം, കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ എടുക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ യൂസ് ചെയ്തോളൂ, വിരോധമൊന്നുമില്ല കേട്ടോ. ഗ്രീനോ ഇത് വേണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. റെഡ് കളർ യൂസ് ചെയ്യുന്നത് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ബന്ധത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഗ്രീൻ നമ്മൾ മണി, കരിയർ, ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ മാറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒന്നും പറ്റുമൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ബട്ട് അത് കൂടുതൽ ബെനിഫിറ്റ് ആണ് എന്ന് മാത്രം. ഗ്രീൻ കളർ നമ്മൾ മണിയുടെ കളറായിട്ട് നമ്മൾ പറയാറുണ്ട്, അതുകൊണ്ട് ഗ്രീൻ. ഓക്കെ, റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് സിമ്പിൾ ഒക്കെ റെഡ് കളർ. സോ അത്രയേ ഉള്ളൂ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഒന്നാമത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് പറ്റുന്നതും മാക്സിമം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. 9 AM ഓർ 9 PM കാണില്ല, തോന്നുന്നു കുറച്ചുകൂടെ അടുത്തേക്ക് വയ്ക്കാം അങ്ങനെ. ഓക്കെ, 9 PM 9 AM അല്ലെങ്കിൽ 9 PM ചെയ്യാം. ഓക്കെ, 9 മണി തൊട്ട് 9:09 ഉള്ളിൽ 9:09 AM ഉള്ളിൽ തീർക്കാൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും 9:09 PM ഉള്ളിൽ തീർക്കാൻ പോലെ ചെയ്യാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ, വിരോധമില്ല. ഓക്കെ, 9-നോ 9:09 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോ പ്രോബ്ലം, അതും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ടൈംസ് നിങ്ങൾക്ക് പറ്റിയാൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കാം. രാവിലെ 9 മണിക്ക്, വൈകിട്ട് 9 മണിക്ക്, അല്ലെങ്കിൽ 9:09 അല്ലെങ്കിൽ 9:09 വൈകിട്ട്. ഓക്കെ, ഈ സമയങ്ങളിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷന് നമ്മൾ എഴുതാൻ പോകുന്നത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, വിഷസ് അഗൈൻ. ഇതിൻ്റെ മെത്തേഡ് വളരെ സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് 9 വിഷ് എഴുതാം. 9 വിഷ് വേണ്ട, 1 വിഷ് എടുത്തോളൂ. ഓക്കെ, 1 വിഷ് എടുക്കൂ. നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം. ഓക്കെ, അതിനെടുത്തിട്ട് 9 തവണ നിങ്ങൾ എഴുതാം.
ഓക്കെ. ആ വിഷ് ഓൾറെഡി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോളൂ, വിരോധമില്ല. നടന്ന പോലെ എഴുതാം. ഓൾറെഡി എനിക്ക് കിട്ടി, നന്ദി ദൈവമേ എന്ന് പറയാം. എനിക്ക് ഓൾറെഡി നല്ലൊരു ജോലി കിട്ടി, താങ്ക് യു ഗോഡ് എന്ന് പറയാം. എൻ്റെ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നു, യെസ് താങ്ക് യു ഗോഡ് എന്ന് പറയാം. സോ അങ്ങനെ ആ രീതിക്കും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹമായിട്ടും എഴുതിക്കോളൂ, വിരോധമില്ല. എനിക്ക് പേഴ്സണലായിട്ട് നല്ലൊരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ. എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, കിട്ടിയ എന്താ പറയുക, സോറി മലയാളത്തിൽ ഞാൻ പോക്കാം. എനിവേ, അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ വിഷസ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ എഴുതിക്കോളൂ. യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ എത്തിക്കുന്നു എന്ന് മാത്രം. ഓക്കെ. സോ 9 തവണ എഴുതാം. ഓക്കെ. അത് ഈ പറഞ്ഞ ടൈമിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ ഇവിടെ ഇത് ഒരു മെത്തേഡ്. ഓക്കെ. ഒരു മെത്തേഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഇത് നിങ്ങൾക്ക് രാവിലെയും ചെയ്യാം. ഓക്കെ. 2 സമയത്തും ചെയ്യാം. സോറി, ഞാനത് പറയാൻ വിട്ടു. ഈ 2 ടൈമിലും ചെയ്യാം. ചെയ്യണം എന്നാണ് നല്ലത്. ഓക്കെ. കാലത്തും ചെയ്യാം, വൈകിട്ടും ചെയ്യാം. 2 സമയം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. 9 ടൈംസ് നിങ്ങളുടെ വിഷ് എഴുതുക. അതിനുശേഷം ഇതിനെ 9 തവണ ഇതിനെ ഒന്ന് വായിക്കാം. ഓക്കെ. ഇതിനെ വായിച്ച ശേഷം നിങ്ങളിതിനെ ബേൺ ചെയ്ത് കളഞ്ഞോളൂ. ഓക്കെ. ഇത് പേപ്പർ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വെക്കാം, വിരോധമില്ല. കാരണം നമ്മൾ വിഷ് എഴുതുന്നതാണ്. സോ യു ക്യാൻ കീപ്പ് ഇറ്റ്. ഓക്കെ. വിരോധമില്ല. 9 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനടുത്ത് കത്തിച്ചോളൂ. ഓക്കെ. നമ്മുടെ 18th ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ അതിനടുത്ത് 18th ആക്ച്വലി 18th ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. 18th നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. 18th നമ്മുടെ 9ന്റെ പവർ ഉണ്ടാവും. സോ അന്നും ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് 18th ചെയ്യാം, 27th ചെയ്യാം. ഓക്കെ. അത് 2 ദിവസം നിങ്ങൾക്ക് 9ന്റെ പവർ കിട്ടും. അന്നത്തെ ദിവസം ഇതേ കാര്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇല്ലയാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഈ എഴുതിയതിനെ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ. ഇത് നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഡ്രസ്സിങ് നിങ്ങളുടെ കബേർഡിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. പേഴ്സിൻ്റെ ഉള്ളിൽ, ബാഗിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാം. ഓക്കെ. ഓക്കെ. പിന്നെന്താ പറയാൻ വന്ന 1 more പോയിന്റ്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എഴുതിയിട്ട് നാളെ എഴുതിയിട്ട് നിങ്ങൾ കത്തിച്ച് കളഞ്ഞോളൂ. രാത്രി ആകുമ്പോഴേക്കും തന്നെ കത്തിച്ച് കളഞ്ഞോളൂ, വിരോധമില്ല. കത്തിച്ചിട്ട് അതിൻ്റെ ചാരം നമ്മൾ പുറത്തേക്ക് പറത്തി വിടാം. ഓക്കെ. സാധിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ, നിങ്ങളുടെ വിഷ് യൂണിവേഴ്സിലേക്ക് അയക്കുന്ന പോലെ. ഓക്കെ. ഇനി വേറൊരു മെത്തേഡ് ഉള്ളത്, ഇത് 9 തവണ വിഷ് എഴുതുന്ന കാര്യം പറഞ്ഞു ഞാൻ. ഓക്കെ. 9 ടൈംസ്. ഓക്കെ. ഇനിയൊരു മെത്തേഡ് ഉള്ളത് 369 മെത്തേഡാണ്. ഓക്കെ. 369 എന്ന് പറയുമ്പോൾ ഇത് കാലത്ത് 9 മണിക്ക്, ഇത് നിങ്ങൾ സമയം വെക്കാൻ സാധിച്ചാൽ വെക്കൂ, കുഴപ്പമില്ല. 9 മണി എന്നുള്ളത് 9 മണിക്ക് നിങ്ങൾ കാലത്ത് ആദ്യം 3 തവണ 3 ടൈംസ് ഇത്. ഓക്കെ. 3 ടൈംസ് നിങ്ങളുടെ വിഷ് എഴുതാം. ഒരു ആഗ്രഹം. ഓക്കെ. ഒരു 1 വിഷ്. ഓക്കെ. ഒരു വിഷ് എടുത്തിട്ട് 3 തവണ നിങ്ങൾ എഴുതാം. ആക്ച്വലി ഇതിന് അഫർമേഷൻ പോലെയാണ് നമ്മൾ എഴുതാറ്. അതായത് ഓൾറെഡി കിട്ടിയ രീതിക്കാണ് നമ്മൾ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. സോ നിങ്ങൾ ആ രീതിക്ക് തന്നെ എടുത്തോളൂ. എനിക്ക് ബന്ധം നന്നായിട്ട് പോകുന്നു, എൻ്റെ പേഴ്സണുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധത്തിലാണ്, ഓക്കെ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ആ രീതിക്ക് ജസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. 3 തവണ എഴുതിയാൽ മതി കാലത്ത്. ഓക്കെ. അഗെയിൻ സോറി, ഇത് മോർണിംഗ് ആയിരുന്നു, മറന്നു ഞാൻ. ഓക്കെ. മോർണിംഗ് രാവിലെ ചെയ്യാം, ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ഇടയിൽ നിങ്ങൾ 3 മണിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 6 മണിക്ക് ചെയ്തോളൂ. ഓക്കെ. നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ പവർ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നോക്കി ചെയ്തോളൂ. ഓക്കെ. ഇതൊന്നും നിർബന്ധങ്ങളല്ല കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ സജഷൻസ് പറയുകയാണ്. നിങ്ങൾക്ക് ഏത് സൗകര്യം ഉണ്ടോ നിങ്ങളത് ചെയ്യൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇതേ കാര്യം. ഓക്കെ. 6 തവണ 6 ടൈംസ് നിങ്ങളുടെ ഒരു വിഷ്. ഓക്കെ. ഇതേ കാര്യമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഒരു വിഷ് നമ്മൾ എടുത്തു, അത് രാവിലെ 3 തവണ ചെയ്തു, ഉച്ചയ്ക്ക് 6 തവണ ചെയ്തു. ഓക്കെ. ഇനി ഈവനിങ്, അതായത് നൈറ്റ് നമ്മുടെ 9 മണിക്ക്, അഗൈൻ രാത്രി 9 മണിക്ക് സമയത്ത് 9 ടൈംസ് എഴുതാം. ഓക്കെ. സെയിം വിഷ്, ഒരേ ആഗ്രഹം, 1 വിഷ് ഓൺലി. ഓക്കെ. ഒരാഗ്രഹം എടുത്താൽ മതി ഇതിൽ. ഓക്കെ. ഒരാഗ്രഹം എടുക്കുക. ഇതിലും ഒരാഗ്രഹം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ. 9 ആഗ്രഹങ്ങളൊന്നും എഴുതാൻ നിൽക്കാതിരിക്കുക. ഒന്നിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കൂ. നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത്, എല്ലാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 9 തന്നെ എഴുതിക്കോളൂ, വിരോധമില്ല. ഓക്കെ. സോ 9 ടൈംസ് എഴുതുന്നത് 369 മെത്തേഡ്. രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, വൈകിട്ട് 9 തവണ. ഇതിലൊക്കെ ടൈമിങ്ങും ഈ നമ്പേഴ്സും പവർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 3 മണിക്ക്, 6 മണിക്ക്, 9 മണിക്ക് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ. പക്ഷെ കാലത്ത് നമുക്ക് എന്തായാലും 9 മണിക്കൊന്നും ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതും എല്ലാം കൂടി മാച്ചായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളൊന്ന് ബ്രെയിൻ ഇത്തിരി വർക്ക് ചെയ്യിപ്പിക്കൂ. ഓക്കെ. ഒരു അല്പം നിങ്ങൾ ആലോചിക്കൂ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, നമ്മളെ പവർ. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് അത്രയും പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം മാനിഫെസ്റ്റ് ആവും, പേടിക്കണ്ട. ഓക്കെ. സോ ഇത് 2 മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറയുന്നുണ്ട്. 3ാമത്തെ മെത്തേഡ്, ഒരു മെത്തേഡും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. 3ാമത്തെ മെത്തേഡ്, ബേ ലീഫ് വേണം. ബേ ലീഫ്
എന്താ പറയുക, നമ്മൾ കറുവപ്പട്ട അല്ലേ, അങ്ങനെ എന്തോ അല്ലേ പറയാം. ഓക്കെ, ബേ ലീഫ് വേണം നമുക്ക്. ഓക്കെ, ഞാൻ 3 വെച്ചു എന്ന് മാത്രം സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം, ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിൽ. ബട്ട് ഇതിൽ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ, പൊട്ടാത്തതായിരിക്കണം. ഓക്കെ, പൊട്ടാത്തത് ഇങ്ങനെ ഈ ശരിക്കും ഫുള്ളായിട്ടുള്ള ബേ ലീഫ് എടുക്കാൻ ശ്രമിക്കുക. ഇത് വാങ്ങാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നാളെ വൈകിട്ട് ചെയ്താൽ മതി. അപ്പോൾ നാളെ നിങ്ങൾക്ക് പകൽ സമയമുണ്ട് ഇത് വാങ്ങാനുള്ളത്, ജസ്റ്റ് ഇൻ കേസ് വേണ്ടി വന്നാൽ. ഓക്കെ, സോ ആക്ച്വലി ഇതിൻ്റെ കുറച്ചുകൂടി പച്ചയായിട്ട് കിട്ടിയാൽ നല്ലതാണ്, എഴുതാൻ നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ പൊടിയും ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാതെ ഫുൾ പൊടിഞ്ഞു പോകും. കാരണം ഞാനത് വാങ്ങിയിട്ട് കുറച്ചായി, യൂസ് ചെയ്തിട്ടില്ല അധികം, കുറച്ചായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിങ്ങനെ ഉണങ്ങി പോകുമ്പോൾ ഉണങ്ങും തോറും അത് പൊടിഞ്ഞു പോകും അല്ലേ. സോ അപ്പോൾ ഇത് നിങ്ങൾ പറ്റിയാൽ കുറച്ചുകൂടി ഗ്രീൻ കളർ നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾക്ക് 1 വിഷ് എടുക്കാം, 3 വിഷ് എടുക്കാം, 9 വിഷ് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ. അല്ലെങ്കിൽ ഒരേ വിഷിനെ നിങ്ങൾക്ക് 9 ബേ ലീഫിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അങ്ങനെയും ചെയ്തോളൂ. 9 നിങ്ങൾക്ക് ആ 9ന്റെ പവർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതിൽ ഓരോന്നിലും ഞാൻ ഏറ്റവും ചെറുത് തൽക്കാലം എടുക്കാം. ഓക്കെ, അഗെയിൻ സെയിം തിങ് പറഞ്ഞ പോലെ ഗ്രീൻ കളർ, നിങ്ങൾ മണി, കരിയർ, ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇത് എടുക്കാം, ബിക്കോസ് റെഡ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല എഴുതാൻ പറ്റുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ എവിടെയായാലും കുഴപ്പമില്ല, ഫ്രണ്ടിലോ ബാക്കിലോ എവിടെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, വിഷ് ഇവിടെ എഴുതാം. ഓക്കെ, എന്താണ് വിഷ് എന്ന് വെച്ചാൽ അതിവിടെ എഴുതാം. ഓക്കെ, ഇതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 3 എഴുതാം, 9 എഴുതാം, 6 എഴുതാം, എത്ര വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കൊള്ളൂ കേട്ടോ. അല്ല 1 മതിയെങ്കിൽ 1 മതി, നോ പ്രോബ്ലം. ഓക്കെ, ഒരു ബേ ലീഫേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, വീട്ടിലുണ്ട്. ഓക്കെ, 1 എടുക്കാം. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ഓക്കെ, ഇത് എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതിയിട്ട് നിങ്ങൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഒന്ന് പറ്റിയാൽ വൈകിട്ട് മാനിഫെസ്റ്റേഷൻ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇടയിൽ ജോലിയൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയിലൊന്നും ചെയ്യുമ്പോൾ അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. കാലത്തോ വൈകിട്ടോ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് പറ്റിയ വിളക്ക് കൊളുത്തി വെക്കുക, ക്യാൻഡിൽ കൊളുത്തി വെക്കുക, എന്തെങ്കിലും ഒന്ന് കൊളുത്തി വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൂജാമുറിയിലിരുന്ന് നിങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു സ്പേസ് ജസ്റ്റ് കുറച്ചൊന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ മാത്രം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഒരല്പം ഇരുന്ന് നമ്മുടെ ഈ വിഷിനെ, ഓക്കെ, എന്താണോ ആഗ്രഹം, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് വിത്ത് മൈ പേഴ്സൺ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി, കരിയർ, ദ ബെസ്റ്റ് ജോബ് ദാറ്റ് ഐ വോണ്ട്, അത് ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ ആ വിഷ് നിങ്ങളുടെ എഴുതിയിട്ട് നിങ്ങളിതിനെ കൈ പിടിച്ച് നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച്, ഓക്കെ, അതിലേക്ക് നിങ്ങളുടെ വളരെ പോസിറ്റീവായിട്ട് ഇത് നടക്കും എന്ന് ഞാൻ യൂണിവേഴ്സിൽ അത്രയും ട്രസ്റ്റ് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നീ ഇതിനെ കത്തിച്ച് കളയുക. സെയിം തിങ്. ഓക്കെ, അഗൈൻ ഇതിനെ കത്തിച്ച് കളയുക, കത്തിച്ച് ചാരം പുറത്ത് കളയുക, പറപ്പിച്ച് കളയുക. ഓക്കെ, സോ 3 മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് 99 പോർട്ടലിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നില്ല, പെട്ടെന്ന് ഓർത്തത് ഡേറ്റിന് കടന്നു പോകണ്ടെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി തന്നെ വേഗം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇരുന്നതാണ്. സോ ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. പിന്നെ ഇതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. കളർ മാറ്റണോ മാറ്റിക്കോളൂ, നോ പ്രോബ്ലം. നിങ്ങളുടെ മനസ്സാണ് വലുതതിൽ. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ വിശ്വാസമാണ് ഏറ്റവും അധികം ഇവിടെ പോസിറ്റീവായിട്ട് വേണ്ടത്. ഓക്കെ, നിങ്ങൾ ഡൗട്ടിൽ ഇരിക്കാതിരിക്കുക. ആദ്യം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സ് ക്ലിയർ ആക്കിയിട്ടിരിക്കും, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ മെത്തേഡ്, ഫൈൻ. ഓക്കെ, അത് തീരുമാനിച്ചു, അവിടെ ഇരുന്നു. പിന്നെ അതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യരുത്, അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ, ഈ ടൈം ആണോ, 9:09 ആണോ വേണോ, 9:06 ആണോ, ഒന്നും ചിന്തിക്കാതിരിക്കാം. ഓക്കെ, ഏത് സമയമായാലും പ്രശ്നമില്ല, എനിക്കിപ്പോഴാണ് എനിക്ക് സമയം, ഞാൻ ഇരിക്കണം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രയും പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുക. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാം അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് ചോദിക്കും, ഈ സമയം ആ ബേ ലീഫ് എടുക്കണോ, ഇത് വേണോ, ഈ കളർ വേണോ, ആ സമയമായാൽ കുഴപ്പമുണ്ടോ. ഓക്കെ, പീരിയഡ്സ് കുഴപ്പമില്ല. ഓക്കെ, ലേഡീസിന് സ്പെഷ്യലി പീരിയഡ്സ് കുഴപ്പമില്ല, ആരെങ്കിലും മരിച്ചിട്ട് വീട്ടിൽ മരിച്ചു, അങ്ങനെ ഒന്നും പ്രശ്നമല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ടോ സൗകര്യമുണ്ടോ അത്രേ നോക്കാനുള്ളൂ. നിങ്ങൾ ആരോഗ്യമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ, ദാറ്റ്സ് ഓൾ. ഓക്കെ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കുറച്ച് നേരം ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റണം എന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, എങ്ങനെ നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. ഈ പേപ്പർ ഈ പേപ്പറാണോ, ലൈനിട്ട പേപ്പറാണോ, അല്ലാത്ത പേപ്പറാണോ, പെന്ന്, ഒന്നും നത്തിങ് മാറ്റേഴ്സ്. പെൻസിലെടുത്ത് എഴുതിക്കോളൂ, വിരോധമില്ല. ഓക്കെ, സോ ബട്ട് നിങ്ങളെ മൈൻഡ് പോസിറ്റീവ് ആക്കി വെക്കൂ, നടക്കും എന്നുള്ള ട്രസ്റ്റ് യൂണിവേഴ്സിലേക്ക് ആദ്യം കൊടുക്കൂ. ഞാനിത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്കുള്ളതാണെങ്കിൽ ചെയ്തു തരൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമർപ്പിച്ച് വിടാം. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബാബ എല്ലാം കാണുന്ന, സോറി, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാൻ വെച്ചാൽ ഓക്കെ, എല്ലാം അവർ കാണുന്നുണ്ട്, യൂണിവേഴ്സ് കാണുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നടത്തിത്തരും.
ഈ 9ന്റെ പവർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കൂ. ഓക്കെ, നടക്കും ഇത്. ഓക്കെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പൊക്കെ, ഇപ്പം ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എനിവേ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മുമ്പൊക്കെ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. ഓക്കെ, അങ്ങനെ ഒരു ട്രസ്റ്റ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുന്നത്. സോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഈ വീഡിയോ പ്ലീസ് സേവ് ചെയ്യൂ, വന്നിട്ട് പിന്നെ കമൻറ്റ് ചെയ്യൂ. അതായത് 9 ദിവസം ഓക്കെ, ഈ വിഷയൊക്കെ എപ്പം നടക്കും? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ വിഷയൊക്കെ എന്നാ നടക്കാം? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കരുത്. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്, ഒരിക്കലും നിങ്ങൾ ചോദിക്കരുത്. ഞാൻ ചെയ്തു 3 ദിവസം. ഈ 369 മെത്തേഡ് സാധാരണ നമ്മൾ 9 ദിവസം ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, 9 ദിവസത്തേക്ക് ചെയ്യാം. ഓക്കെ, 3 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ 6 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ 9 ദിവസം ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ 9 days ആണ് എടുക്കാറ്. ബിക്കോസ് 9ന്റെ പവർ എന്നുള്ള രീതിക്ക് ഞാൻ എടുക്കും. ഒന്നാമത് 369 ആണ്, സോ 9 മാക്സിമം. ഓക്കെ, സോ ആ രീതിക്കാണ് ഞാൻ എടുക്കാറ്. നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ചെയ്യാം. ഇത് ചെയ്തിട്ട് 9ാമത്തെ ദിവസം എൻ്റെ വിഷ് നടന്നില്ല എന്ന് പറയരുത് ഒരിക്കലും. ഓക്കെ, അത് തന്നെ നിങ്ങൾ അവിടെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിന്റെ മുമ്പിൽ ഡൗട്ട് ക്രിയേറ്റ് ചെയ്തു, ഞാൻ 9 ദിവസം ചെയ്തുല്ലോ, എന്താ എൻ്റെ തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിന്റെ മേലെയുള്ള ട്രസ്റ്റാണ് നിങ്ങൾ കളയുന്നത്. ഓക്കെ, സോ അവിടെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാതിരിക്കുക. ഞാൻ ചെയ്തു, മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ വിട്ട് കളഞ്ഞു. 9 ദിവസം ഞാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 9 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നു കേട്ടോ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ, ഓക്കെ എന്ന് പറയാം, അവിടെ സമർപ്പിക്കുക. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞാൽ അത് എപ്പോൾ തരും എന്നുള്ളത് യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ. ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ നടന്നു വരും. നിങ്ങളുടെ മനസ്സ് അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ അത്രയും ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ചിലപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടാവുക യൂണിവേഴ്സിന്, പറയാൻ പറ്റില്ല. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ഈ വിഷസ് പറയുന്നത് അങ്ങോട്ട് സമർപ്പിക്കലാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നല്ല എന്താ പറയുക, വിചിത്രം. നിങ്ങൾ പറയും പിന്നെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എന്തിനാ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചോദിക്കും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിട്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾ ട്രസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ അതാണ് നിങ്ങളുടെ പവർ. ഓക്കെ, അതായത് ചില സമയത്ത് ഇപ്പം നിങ്ങളൊരു ജോലി ആഗ്രഹിച്ചു, ഓക്കെ, ജോലിക്ക് അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ഈ മെയിൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു. 9 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ ഇരുന്ന് ചെയ്തു, എല്ലാം ചെയ്തു, നിങ്ങളെല്ലാം യൂണിവേഴ്സിറ്റിക്ക് അയച്ചു. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഇത് കഴിയുന്ന ദിവസം ചിലപ്പോൾ കേൾക്കും ആ ജോലി വേറെ ആർക്കും കിട്ടി എന്ന് കേൾക്കും. നിങ്ങൾക്ക് കിട്ടാനിരുന്ന പ്രൊമോഷൻ വേറെ ആൾക്ക് കിട്ടി എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിച്ചു, വാങ്ങിയ ചിലപ്പോൾ നിങ്ങൾ കേൾക്കും നിങ്ങളുടെ ഫ്രണ്ട് അത് വാങ്ങി എന്ന് കേൾക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി, നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തി, അവരത് വാങ്ങി എന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് കിട്ടി. സോ അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കാനിടയാവും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക്. ഓക്കെ, ഈ ജോലി ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ചോദിച്ച ജോലി നിങ്ങൾക്ക് കിട്ടിയില്ല, വേറെ ആർക്കോ പോയി, പ്രൊമോഷൻ കിട്ടിയില്ല, വേറെ ആർക്കോ പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് പോവോ എന്നുള്ള ഒരു പരീക്ഷണമാണത്. എന്നുള്ള പരീക്ഷണം നിങ്ങളുടെ മുമ്പിൽ വരും, ഉറപ്പാണ്. 100% വരും. ഞാൻ ഉറപ്പ് പറയുന്നു, വരും. അങ്ങനത്തെ പരീക്ഷണങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവും. ആ ദിവസം നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പോവാതിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അത് മറികടന്ന് നിങ്ങൾ പോവോ എന്നുള്ളത് നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്കുള്ളതായിരിക്കില്ല, അതുകൊണ്ട് അത് തട്ടിമാറ്റുന്നതായിരിക്കും. അന്ന് നിങ്ങളെ മുടക്കുന്നുണ്ടെങ്കിൽ, അത് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളത് നല്ലതല്ല എന്ന രീതിക്കായിരിക്കും. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂണിവേഴ്സിനെ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾ അത്രയും ട്രസ്റ്റ്, ഇതിനെല്ലാം ശേഷം ഓക്കെ ശരി അത് പോയില്ലേ, ഓക്കെ ഇതിനേക്കാൾ നല്ലത് എനിക്ക് എന്തെങ്കിലും തരാനിരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അതോ നിങ്ങൾ യൂണിവേഴ്സിനെ അപ്പം തന്നെ കുറ്റപ്പെടുത്തുമോ? എന്നിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ചെയ്തിട്ടും എനിക്ക് തന്നില്ലല്ലോ, അത് എടുത്ത് കളഞ്ഞായില്ലേ എന്ന് നിങ്ങൾ പറയുമോ? അതാണ് പരീക്ഷണം. ഓക്കെ, സോ എന്നിട്ടും പക്ഷെ നിങ്ങൾക്ക് ട്രസ്റ്റ് വെച്ചില്ല, എന്തെങ്കിലും നല്ലത് എനിക്ക് വേണ്ടി ഉണ്ടാവും, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും എന്നെ അങ്ങനെ കൈവിടില്ല, ഞാൻ ഭഗവാനിൽ അത്രയും ഞാൻ ഇതാക്കുന്നുണ്ട്, അപ്പം എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല, എനിക്കറിയാം എനിക്കിതിനേക്കാൾ നല്ലത് എന്തോ എൻ്റെ സന്തോഷം എനിക്ക് തരും എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കുള്ളത് എന്തോ വേറെന്തോ നല്ലത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിലും ഇത് ചിലപ്പോൾ എനിക്ക് നല്ലതായിരിക്കില്ല എന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ജയിച്ചു അവിടെ.
ഓക്കെ. ആൻഡ് ഈ ഒരു 9-9 ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ലെറ്റിംഗ് ഗോയിൻ്റെ കാര്യമുണ്ട് ഇവിടെ. ആക്ച്വലി നമുക്ക് പലതും ചിലത് എൻഡ് ആവുന്ന ഒരു സൈക്കിളിൽ എൻഡ് ആവും എന്ന് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു. സോ സൈക്കിൾസ് എൻഡ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു ഇത് കൂടി നമ്മൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയം കൂടിയാണ്. ഓക്കെ, ചിലത് പോകുന്നത് പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. ഓക്കെ, അതിനേക്കാൾ നല്ലത് നമുക്ക് വേറെന്തോ വരാനുണ്ട് എന്നുകൂടിയാണ്, പുതിയ തുടക്കങ്ങൾ വരും എന്നുകൂടിയാണ്. ഓക്കെ, ഐ ഹോപ്പ് ഞാൻ ഇത്രയൊക്കെ ലെക്ചർ ഇത്ര നീളും തന്നെ ഞാൻ വിചാരിച്ചില്ല. എനിവേ, എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഞാനിപ്പോൾ ഇത് ഇത്രയും വേഗം ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഗൈഡൻസ് കാര്യങ്ങൾ വരാം. ഓക്കെ, രാവിലെ ഗൈഡൻസുമായിട്ട് വരാം. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.